വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 13-ാം തീയതി. വിശുദ്ധ യൗസേപ്പിൻ്റെ മംഗളവാർത്ത. ദാവീദിൻ്റെ പുത്രനായ യൗസേപ്പെ, മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. കാരണം അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേരിടണം. പരിശുദ്ധ കന്യകാമറിയത്തിന് ലഭിച്ച മംഗളവാർത്തയെ തുടർന്ന് 3-ാം മാസമാണ് യൗസേപ്പ് പിതാവിന് ഈ മംഗളവാർത്ത ലഭിച്ചത്. തൻ്റെ അറിവ് കൂടാതെ മറിയം ഗർഭവതിയായെന്ന് കണ്ട് മനനൊന്ത യൗസേപ്പ് ദൈവഹിതം തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാലാഖയുടെ മംഗളവാർത്ത ലഭിച്ചത്. ആ മംഗളവാർത്ത അതേപടി വിശ്വസിച്ച യൗസേപ്പ് ഉറക്കത്തിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുകയും മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. ജപം. നിർമ്മലനായ വിശുദ്ധ യൗസേപ്പിനെ തൻ്റെ തിരുക്കുമാരൻ്റെ വളർത്തുപിതാവായി തെരഞ്ഞെടുത്ത ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മറിയം മാതാവായി കണ്ടതിനെ തുടർന്ന് വിവരിക്കാനാവാത്ത ഹൃദയവേദന അനുഭവിച്ച യൗസേപ്പിനെ ആശ്വസിപ്പിക്കുവാൻ പ്രത്യേക ദൂതനെ അയച്ച അങ്ങയുടെ കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും പ്രയാസങ്ങളും അങ്ങയുടെ തിരുഹിതം അനുസരിച്ച് സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിവരിക്കാനാവാത്ത മാനസിക ക്ലേശങ്ങൾ അനുഭവിച്ച വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്കും തിരുഹിതമറിഞ്ഞ് ജീവിതം നയിക്കുവാനുള്ള കൃപ പ്രാർത്ഥിച്ചു നൽകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ലോകരക്ഷകനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ കന്യകാമറിയമേ, സൗഭാഗ്യവാനായ വിശുദ്ധ യൗസേപ്പേ, ദാവീദിൻ്റെ വിശിഷ്ട സന്താനമായ വിശുദ്ധ യൗസേപ്പേ, ഗോത്രപിതാക്കളുടെ പ്രകാശമായ വിശുദ്ധ യൗസേപ്പേ, ദൈവജനനിയുടെ ഭർത്താവായ വിശുദ്ധ യൗസേപ്പേ, ദൈവകുമാരൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പേ, ഈശോയുടെ ജാഗ്രതയുള്ള സംരക്ഷകനായ വിശുദ്ധ യൗസേപ്പേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പേ, ഏറ്റവും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഏറ്റവും അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ക്ഷമയുടെ ദർപ്പണമായ വിശുദ്ധ യൗസേപ്പേ, ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനായ വിശുദ്ധ യൗസേപ്പേ, തൊഴിലാളികളുടെ മാതൃകയായ വിശുദ്ധ യൗസേപ്പേ, കുടുംബജീവിതക്കാരുടെ മാതൃകയായ വിശുദ്ധ യൗസേപ്പേ, കന്യകകളുടെ സംരക്ഷകനായ വിശുദ്ധ യൗസേപ്പേ, നിർഭാഗ്യരുടെ ആശ്വാസമായ വിശുദ്ധ യൗസേപ്പേ, രോഗികളുടെ ആശ്രയമായ വിശുദ്ധ യൗസേപ്പേ, ആസന്ന മരണരുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പേ, പിശാചുക്കളുടെ പരിഭ്രമമായ വിശുദ്ധ യൗസേപ്പേ, തിരുസഭയുടെ പാലകനായ വിശുദ്ധ യൗസേപ്പേ, ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു. തൻ്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം.
അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിശുദ്ധനുമായ യോസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. ദൈവഹിതം അനുസരിച്ച് ക്ലേശങ്ങൾ സഹിച്ച വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.